നമ്മളുള്ളത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ചന്തയിലാണ്. നെല്ലൂർ ടൗണിൽ തന്നെ ഈ ഒരു ചന്ത സ്ഥിതി ചെയ്യുന്നത്. നല്ലോണം തിരക്ക് പിടിച്ച ജീവിത രീതിയുള്ള ഒരു ഏരിയ ആയിട്ടാണ് നെല്ലൂരിനെ കാണാൻ സാധിച്ചത്. അതായത് ഇവിടെ വന്നിട്ടുള്ള ആളുകൾ മൊത്തം പുറമേ നിന്ന് വന്നു കൂടിയ ആളുകൾ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അതായത് ഇവിടെ ഒരു ടൗണായി മാറിയിരിക്കണം പെട്ടെന്ന് എന്നുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെയാണ് കേൾക്കാൻ സാധിച്ചത്. അങ്ങനെ നമ്മൾ നെല്ലൂരിൻ്റെ വിവിധ തരം ഭാഗത്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ചന്തയിലെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ വേണ്ടി പോണത്. ഈ ഒരു ചന്തയിലേക്ക് കയറുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതുപോലെ ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലെ കപ്പക്കിഴങ്ങാണ് കേട്ടോ ഈ വേവിച്ച് വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ പ്ലേറ്റിലാക്കി കൊടുക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും ഒരുപാട് ആളുകൾ ഇവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചന്തയുടെ മെയിൻ കവാടം വരുന്നത് അപ്പുറത്തെ സൈഡാണെങ്കിലും ഒരു ലോകം മാതിരിയാണ് ഇവിടുത്തെ ചന്ത കാണാൻ സാധിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും കച്ചവടങ്ങളാണ് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നത്. ആ ഒരു രീതി, എല്ലാത്തരം പൂക്കളും കിട്ടുന്ന ഒരു മാർക്കറ്റ്. നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് വെറ്റിലടക്ക കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളെ. അങ്ങനെ നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ അടോറ് മാർക്കറ്റാണ് കേട്ടോ. കണ്ണെത്താ ദൂരം ഇതിൻ്റെ നീളം പരന്ന് കിടക്കുന്നുണ്ട്. അത്രത്തോളം ആളുകളും വ്യാപാരികളും ഇവിടെ കച്ചവടം ചെയ്യുന്നൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു ഏരിയ മൊത്തം വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഏരിയയാണ്. ഈ പച്ചക്കറികളൊക്കെ അടുക്കി വെച്ചിക്കണോക്കാണ് മനോഹരമായിട്ട്. ഇതിങ്ങനെ ഒതുക്കി വെക്കണതിനെ കാണാൻ അടിപൊളിയാണ്. മല്ലിച്ചപ്പ് മാത്രമുള്ള മാർക്കറ്റ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ കാണാൻ സാധിച്ചതാണ് സമൂസൻ്റെ ഒരു കച്ചവടം. ചെറിയ സമൂസ കേട്ടോ. ചിലപ്പം 10 രൂപക്ക് 3 പീസ് ഇങ്ങനെയൊക്കെ ആവും റേറ്റ് വരുന്നുണ്ടാവുക. ഈ ഒരു ഐറ്റം മുളക് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ്. മാർക്കറ്റിലേ ചെറുതായിട്ട് മഴ പെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വള്ളക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് മൊത്തത്തിൽ വണ്ടിയിലും കാര്യങ്ങളിലൊക്കെയാണ് കൂടുതലും കച്ചവടങ്ങൾ നടക്കുന്നത്. ഈ ഒരു ഏരിയ കൂടെ പോയാലും ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ മാർക്കറ്റിൻ്റെ ഭാഗമാണ്. പരന്ന് കിടക്കുന്ന മാർക്കറ്റ് എന്നുള്ളതാണ്. ചന്ത എന്ന് പറഞ്ഞാൽ അതായത് അവനാൻ്റെ സാധനങ്ങൾ കൊടുന്ന് വിൽക്കാനുള്ളൊരു സ്പേസ് ആണല്ലോ. അതിവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. എല്ലാം ചെറുകിട കച്ചവടങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയുള്ള പ്രശ്നം എന്താ പറയുക, നമുക്കൊരു മടിയാണ്. കാരണം എല്ലാവരും ഇങ്ങനെ വിളിക്കും നമ്മളെ സാധനം മേടിക്കാൻ വന്ന ആളാണെന്ന് എഴുതിയിട്ട്. അത് വലിയൊരു നമുക്ക് ഭയങ്കര ചടപ്പുണ്ടാക്കുന്ന കാര്യമാണ്. ഒന്നും മേടിക്കാനായിട്ട് പറ്റില്ല. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ചെറിയ കച്ചവടങ്ങളല്ലേ. ഒരു ഷോപ്പ് ഇടുന്ന സ്ഥലത്ത് ഒരു 4 കച്ചവടം 5 കച്ചവടമാണ് ആ ഒരു സ്പേസിൽ നടക്കുന്നത്. ഓടിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ചെറിയ സ്റ്റാളുകളാണ്. എല്ലാം തന്നെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് ഒന്ന് സ്ലോ ആക്കിയിരിക്കുകയാണ്. ടാർപ്പായിട്ട് മൂടി വെച്ചിട്ട്. അവിടെ ഇങ്ങനെ വത്തക്കയുടെ ഒരു സ്റ്റാളൊക്കെ കാണുന്നുണ്ട്. കൂടുതലും സ്ത്രീകളാണ് കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത്. ചെറിയ കച്ചവടങ്ങൾ, കുറച്ച് പച്ചക്കറി എടുത്തുകാണ്ട് അത് കൂട്ടാക്കി വെച്ചുകാണ്ട് ഇങ്ങനെയൊക്കെയുള്ള കച്ചവടങ്ങളാണ് കേട്ടോ കൂടുതലും കാണുന്നത്. ഭയങ്കര രസകരമാണ്. ഇത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു കാലമൊക്കെ മാഞ്ഞു പോയി. അങ്ങനെ കണ്ടവരും അത് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഫാൻസി സാധനങ്ങൾ കിട്ടുന്ന ഒരുപാട് കടകൾ ഒരു ഏരിയക്കാണ് നമ്മൾ എത്തിയത്. ഇതും മാർക്കറ്റിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത്. നമുക്ക് ഇതുപോലത്തെ റോപ്പ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടയ്ക്ക് വന്നപ്പോൾ കണ്ടാണ് ഈ കടൻ്റെ ഉൾഭാഗം ഒരാൾക്ക് നിൽക്കാനുള്ളൊരു ഗ്യാപ്പില്ല, സൂചി കുത്താൻ ഗ്യാപ്പില്ല. അത്രയും സാധനങ്ങൾ ഫില്ല് ചെയ്തിരിക്കണേ ഉണ്ടാക്കാണേ. നമ്മളവിടെയൊക്കെ ആണെങ്കിൽ ഒരു കൗണ്ടർ, അതിൻ്റെ അപ്പുറത്തെ സ്റ്റാള്, അങ്ങനെയെല്ലാം പോവുക. ഇതൊരു പെട്ടിപ്പീടെ മാതിരി, പക്ഷെ ഫുള്ള് സാധനങ്ങൾ നിറച്ചിക്കണേ. ചോദിച്ച എല്ലാ മുതലും ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണ്. ഏതായാലും ഇങ്ങനത്തെ റോപ്പ് 20 രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത്. നമ്മൾ 10 പീസ് എടുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ ചെറുതൊന്നേ ഉള്ളൂ, ഇതിൻ്റെ വലുതുണ്ടെന്ന് പറഞ്ഞത്. കിത്തന 30 10 പീസ് കംതി 10 പീസ്. അപ്പോൾ ഇത് 26-ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ കണ്ട ഫാൻസിയുടെ കടകൾ ആ ഒരു ഏരിയയിലാണ് കേട്ടോ. അവിടെ വലിയൊരു ക്രിസ്തുവിൻ്റെ ബിംബം കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഈ ഒരു മാർക്കറ്റിന് നേരെ അപ്പുറത്തായിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേ ഈ ഒരു ഏരിയയിൽ ഫ്ലെക്സ് കാര്യങ്ങൾ, വണ്ടിയുടെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. ആയിട്ട് ഈ റോട്ടിൽ ഫ്ലെക്സ് പ്രിൻ്റ് അടിക്കുക,
അതുപോലെ ഇതുപോലത്തെ ആക്സസറീസ്, ബൈക്കിൻ്റെ സാധനങ്ങൾ ഒക്കെ ലൈവായിട്ട് അപ്പൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനത്തെ ഒരു ഏരിയയാണ്. ചെറിയ ചെറിയ കടകളാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് കണ്ടിട്ട് പോവാം. നോക്കുകയാണെങ്കിൽ ഇതൊരു സ്റ്റിക്കർ വർക്കിൻ്റെയും പിന്നെ വുഡ് വർക്കിൻ്റെ ഒക്കെ ഒരു ഷോപ്പാണ്. ഇവിടെ കാണുന്നത് ഒരു ഷീറ്റ് കവർ കാര്യങ്ങളൊക്കെ അടിക്കുന്ന ഷോപ്പാണ്. മാർക്കറ്റ് കയറിയമാരാണ്. രണ്ട് സൈഡിലും ഇങ്ങനത്തെ ഫ്ലെക്സിൻ്റെ ഒക്കെ കടകളാണ് കൂടുതലും. ഫ്ലെക്സുകൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ള അതൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒക്കെ ഒരു ഏരിയക്കൊക്കെ ഉണ്ട് ഒതുങ്ങിക്കുക. ഇവിടെ ബോർഡ് വെച്ച കച്ചവടം കേട്ടോ. ഇതെങ്ങനെ കൊടുക്കാൻ കഴിയണമെന്ന് ഒരു ഐഡിയ കിട്ടില്ല. കാരണം പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ഡെയിലി മാർക്കറ്റല്ലേ. ഇതൊക്കെയാണെങ്കിൽ ബനാന 25 വെച്ചിട്ട് ബോർഡ് വെച്ചുള്ള കച്ചവടം. ഡെയിലി ഈ ബോർഡ് തന്നെ. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് മാർക്കറ്റിൻ്റെ ഏകദേശം ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലോകം മൊത്തം, ആ കാണുന്ന ഒരു ഏരിയ മൊത്തം മാർക്കറ്റാണ്. നോക്കുകയാണെങ്കിൽ എല്ലാം സ്ത്രീകളാണ്. ഇങ്ങനെ ഇരുന്നിട്ട് കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് കച്ചവടം ഇങ്ങനെ ചെയ്യുന്നുണ്ട്.